കടലുകളുടെയും കായലുകളുടെയും കാഴ്ചകൾ തീർച്ചയായും നമ്മുടെ കണ്ണുകൾക്ക് ഒരു വിരുന്നാണ്. ആ തീരങ്ങളിലേക്ക് വീണ്ടും വീണ്ടും പോകാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്നിരുന്നാലും മണലിനെയും തിരമാലകളെയും കുറിച്ച് അഭിമാനിക്കുന്ന പരമ്പരാഗത ബീച്ചുകളല്ലാത്ത ചില ബീച്ചുകളുണ്ട്. ചില കടൽ തീരങ്ങൾ ഒന്നിലധികം ഘടകങ്ങളാൽ രൂപപ്പെടുന്ന ഒരു വികാരമായി നമ്മിൽ വളരുന്നു. എറണാകുളത്തെ വൈപ്പിൻ ദ്വീപിലെ കുഴുപ്പള്ളി ബീച്ച് അത്തരത്തിലുള്ള ഒന്നാണ്. വിചിത്രവും അതിശയകരവുമായ നിരവധി ഘടകങ്ങളുടെ മിശ്രിതം. കൊച്ചിയിലെ ചെറായി ബീച്ചിന് സമീപം സ്ഥിതി ചെയ്യുന്ന കുഴുപ്പള്ളി ബീച്ച് നഗരത്തിലെ മറഞ്ഞിരിക്കുന്നതും സ്പർശിക്കാത്തതുമായ സ്ഥലമാണ്. സുഹൃത്തുക്കളുമായും പ്രിയപ്പെട്ടവരുമായും അവധിക്കാലം ആസ്വദിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് ഈ നീണ്ട മണൽ ബീച്ച്. കരയിലെ കൂറ്റൻ പാറകളുടെ വരികളും പൈൻ മരങ്ങളുടെ തണലും ദൈനംദിന ജീവിതത്തിൻ്റെ തിരക്കിൽ നിന്ന് കുറച്ച് ദിവസങ്ങൾ ചെലവഴിക്കാൻ അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുന്നു. എറണാകുളത്തെ ഏറ്റവും മികച്ച ബീച്ച് എന്നറിയപ്പെടുന്ന കുഴുപ്പള്ളി ഈന്തപ്പനകളും നെൽവയലുകളും നിറഞ്ഞതാണ്. ഇത് ചിത്രങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതിന് അനുയോജ്യമായ പശ്ചാത്തലം നൽകുന്നു. കടൽത്തീരത്തിനടുത്തായി നിരവധി ക്ഷേത്രങ്ങൾ ഉള്ളതിനാൽ ആത്മീയ പ്രാധാന്യമുള്ള സ്ഥലം കൂടിയാണിത്. ഈ കടൽത്തീരത്തെ മിക്ക പ്രവർത്തനങ്ങളും അവരുടെ ദിനചര്യകളുമായി പോകുന്ന മത്സ്യത്തൊഴിലാളികളുടേതാണ്. നിങ്ങൾക്ക് അവരുടെ ജീവിതം അടുത്ത് കാണാനും മനോഹരമായ സ്ഥലത്തിൻ്റെ ശാന്തത ആസ്വദിക്കാനും കഴിയും. ഈ പ്രദേശത്തെ ചൈനീസ് മത്സ്യബന്ധന വലകളുടെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഇതിൻ്റെ പ്രവർത്തനം കാണാൻ ഒരു രസമാണ്. ബീച്ചിനോട് ചേർന്ന് കുട്ടികൾക്ക് കളിക്കാനും ഉല്ലസിക്കാനും കഴിയുന്ന ഒരു കളിസ്ഥലം ഉണ്ട്. ഈ ബീച്ചിൽ നിങ്ങൾക്ക് കാണാനും ആസ്വദിക്കാനും കഴിയുന്ന മറ്റൊരു രസകരമായ പ്രവർത്തനം പട്ടം പറത്തലാണ്. ഇത് ഈ പ്രദേശത്ത് വളരെ ജനപ്രിയവുമാണ്. കുഴുപ്പള്ളി ബീച്ചിലെ ഇളം തിരമാലകളും താഴ്ന്ന വേലിയേറ്റങ്ങളും വിനോദസഞ്ചാരികൾക്ക് ജലകായിക വിനോദങ്ങൾ തികച്ചും പ്രായോഗികമാക്കുന്നു. ജലപ്രവർത്തനങ്ങളിൽ താൽപ്പര്യമില്ലാത്തവർക്ക് പലതരം രുചികരമായ ഭക്ഷണങ്ങളും പാനീയങ്ങളും ഉപയോഗിച്ച് സൂര്യാസ്തമയത്തിൻ്റെ അത്ഭുതകരമായ കാഴ്ച ആസ്വദിക്കാം. അവിസ്മരണീയമായ ചില ഫോട്ടോഗ്രാഫുകൾ ക്ലിക്ക് ചെയ്യാനുള്ള അവസരം നൽകുന്ന ഇവിടം ശുദ്ധമായ വെള്ളമുള്ള ഒരു കാൽപ്പനികത നിറഞ്ഞ ലക്ഷ്യസ്ഥാനമാണ്. ഭാഗ്യമുണ്ടെങ്കിൽ കടലിൽ ഡോൾഫിനുകൾ ചാടുന്നത് പോലും നിങ്ങൾക്ക് കാണാൻ കഴിയും. ബീച്ചുകളിൽ കാണപ്പെടുന്ന ചിപ്പികൾ ശേഖരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടം തികച്ചും ഒരു അത്ഭുത ലോകം ആയിരിക്കും. താമസത്തിനായി ചുറ്റും ധാരാളം ഹോം സ്റ്റേകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ കുടുംബത്തോടെ താമസിക്കാൻ സാധിക്കുന്ന റിസോർട്ടുകളും ഇവിടെയുണ്ട്. അവ നിങ്ങൾക്ക് ന്യായമായ ചിലവിൽ ലഭിക്കുകയും ചെയ്യും. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലാണ് കൂടുതൽ സഞ്ചാരികൾ എത്താറുള്ളത്. മഴക്കാലത്ത് പോയാൽ വലിയ തിരമാലകളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും നിരാശരായി മടങ്ങേണ്ടി വന്നേക്കാം. കുഴുപ്പള്ളി ബീച്ചിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു മനോഹര കാഴ്ചയാണ് ചെമ്മീൻ കെട്ടുകൾ. പാരമ്പര്യമായി ഈ കൃഷിയിൽ ഏർപ്പെടുന്ന ഒരുപാട് പേർ ഇവിടെയുണ്ട്. കർഷകർ ജൂൺ മുതൽ മഴക്കാലം വരെയുള്ള 6 മാസത്തേക്ക് പൊക്കാളി നെല്ല് വിളയിക്കുന്നു. പൊക്കാളി അരിക്ക് ഉപ്പുവെള്ളത്തെ ചെറുക്കാനുള്ള കഴിവുണ്ട്. വിളവെടുപ്പ് സമയത്ത് നെല്ലുള്ള ശിഖരങ്ങൾ മാത്രം മുറിച്ച് ഇലകൾ ദ്രവിച്ച് അത് മത്സ്യത്തിനും കൊഞ്ചിനും ഭക്ഷണമായി മാറുന്നു. വേലിയേറ്റ സമയത്ത് മത്സ്യങ്ങൾ ഒന്നുകിൽ വയലിൽ കുടുങ്ങിപ്പോകും. ചില സന്ദർഭങ്ങളിൽ ഫിഷ് ഫാമുകൾ എന്നറിയപ്പെടുന്ന ചെമ്മീൻ കെട്ടുകളിലേക്ക് ഈ വിരൽക്കുഞ്ഞുങ്ങളെ ഇറക്കി വിടുന്നു. കർഷകരുടെ ദിവസക്കൂലി ഉയർന്നുവരുന്നതുകൊണ്ട് പൊക്കാളി പാടങ്ങൾ ഇക്കാലത്ത് അത്ര ലാഭകരമല്ല. ഇത് ചെമ്മീൻ കെട്ടുകളെ നേരിട്ട് തന്നെ മോശമായി ബാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇതിൻ്റെ മാംസത്തിൻ്റെ രുചിയും ഗുണവും വളരെ മൂല്യവത്തായതും ജനപ്രിയവുമാണ്. കൊച്ചിക്കാർക്ക് കടൽ ഒരു പുതുമയുള്ള കാര്യമല്ലെങ്കിലും പുറമേ നിന്ന് വരുന്നവർക്ക് അങ്ങനെയാവണമെന്നില്ല. ഇതിൽ വൈപ്പിൻ ദ്വീപിനോട് ചേർന്നു കിടക്കുന്ന ബീച്ചുകൾ എല്ലാം തന്നെ സൗന്ദര്യമേറിയവയാണ്. ഒരുപക്ഷെ ഭാവിയിൽ കൊച്ചിയിലെ ടൂറിസം മേഖലയെ ഇനിയും ഉയർത്താൻ കുഴുപ്പള്ളി ബീച്ച് ഉൾപ്പെടുന്ന വൈപ്പിൻ ദ്വീപിനാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.